എന്റെ മക്കളെ അവിടെ അച്ഛാമ്മ വെറുതെ ഇരിപ്പുണ്ടല്ലോ. അച്ഛാമ്മനോട് പറയാ പേരൊക്കെ ഒന്ന് മുറിച്ചാലങ്ങട്ട്. അമ്മ ഇവിടുത്തെ പൊടിയൊക്കെ കളയല്ലേ. നീ അപ്പുറം പോയേ. ഞങ്ങളെ അച്ഛാമ്മ അടുത്ത് പറഞ്ഞമ്മേ. അച്ഛാമ്മ പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ. അമ്മ പറഞ്ഞത് മഞ്ഞിറക്കുന്നു. ആ ഞാൻ മുറിച്ചതാ. അവിടെ പോയിരുന്നോ? മുറിച്ചു കൊണ്ടുവരാ. നോക്കൂല. ദൂരം കഷ്ടപ്പെട്ടാണ് ചെടി നട്ടുപിടിപ്പിച്ചത്. സമയത്ത് എത്തിയില്ലേ അവരുടെ കാലിരിക്കണ കൊണ്ടുവരും. അമ്മേ ഞാൻ കുടുംബശ്രീക്ക് പോണേട്ടാ. പിള്ളേർക്ക് ചോറ് ഞാൻ കൊടുത്ത് അവർക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞ്. അപ്പൊ അവർക്ക് വിശക്കുമ്പോ അമ്മ ചോറെടുത്ത് കൊടുത്തേക്കോ? അതെ എനിക്ക് പറ്റിയൊന്നുമില്ലട്ടാ. ആ പിള്ളേരെ പറയാം ചോറൊക്കെ കൊടുക്കാനായിട്ട്. കൊടുത്തിട്ട് പോയാ മതി. എന്തിനാണമ്മേ എന്റെ സമയം ഇപ്പൊ തന്നെ വൈകി. ഇനി ആള് വൈകി ചെന്നാൽ അവരുടെ വായിരിക്കണം കേൾക്കാൻ വേണം. ഫൈനും അടയ്ക്കണം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ? അതെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് നീ പോയാ മതി. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തമൊക്കെ അത് അമ്മമാർക്കാണ്. അല്ല നിനക്ക് ഇനി സമയം എല്ലാവർക്കും കൊടുക്കാണെങ്കിലേ നീ കൊടുക്കണ്ട. അവരവിടെ ഇരിക്കട്ടെ. നീ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൊടുത്താ മതി. അത്ര നേരം പിള്ളേർ പട്ടിണിരിക്കട്ടെ. സ്വന്തം മക്കളുടെ കാര്യം നോക്കേണ്ടതേ അമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. അത് വലിയ തലയിലൊക്കെ അല്ല കിട്ടി നോക്കേണ്ടത്. ഇത്ര നേരത്തെ ചായയൊന്നുമില്ല. ഹലോ ആ എന്താണ്? അല്ല ഇത്ര നേരത്തെ ചായ ഒന്നുമില്ല. ഉള്ള ചായ തന്നെ ഉണ്ടായിരുന്ന ചായ ഞാനും പിള്ളേരും കൂടി കുടിച്ച്. ഇനി ചായ വേണമെങ്കിൽ വെക്കണം. ചായ വെക്കണമെങ്കിൽ വെക്കണം. നിങ്ങളുള്ള ചായ വെക്ക്. ആ ചായ എനിക്കിപ്പോ സൗകര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിക്കണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിലേ അതെ നിങ്ങളുടെ അമ്മനോട് പറ. അമ്മനോട് പറയാനാ? ഇതെന്താണ് പതിവില്ലാത്ത വർത്താനം? ആ ഇനി മുതൽ അങ്ങനെയാണ്. ഇന്നേ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പേരൊക്കെ കൊണ്ട് പിള്ളേര് വന്ന് നിങ്ങളുടെ അമ്മനോട് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞെന്താന്നാ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടതേ നിങ്ങളുടെ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞോടും ആ പിള്ളേർക്ക് ആ പേരൊക്കെ മുറിച്ചു കൊടുക്കാതെ എന്റെ അടുത്ത് പറഞ്ഞു വിട്ട് ഞാനാണ് ചെയ്തു കൊടുത്തത്. അതന്നെ ഇന്ന് ഉച്ചക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു. കുടുംബശ്രീക്ക് പോണ സമയത്തെ അമ്മനോട് പറഞ്ഞ ആ പിള്ളേർക്ക് ഇത്തിരി ചോറ് വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിട്ടാണ് പറഞ്ഞത് നിന്റെ പിള്ളേർക്ക് നീ ചോറ് കൊടുത്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നീ കുടുംബശ്രീക്ക് പോയാ മതിന്ന്. അവനവന്റെ പിള്ളേരുടെ കാര്യം നോക്കണതേ അവനവന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ വരുമ്പോ ഏട്ടാടെ കാര്യങ്ങള് ഞാനല്ലല്ലോ നോക്കേണ്ടത്. ഏട്ടായുടെ അമ്മയല്ലേ. അതുകൊണ്ടേ ചായ വേണമെങ്കിലേ അമ്മനോട് പറ. അമ്മേ ചെല്ലി അമ്മയുടെ മോന് ചായ ഉണ്ടാക്കി കൊടുക്ക്. അതുപോലെ തന്നെ അമ്മയുടെ മോന്റെ ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അതൊക്കെ അലക്കിട്ടാ. സ്വന്തം മക്കളുടെ കാര്യം നോക്കേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്തമല്ല. അത് നടക്കട്ടെ. ഞാൻ എന്റെ പിള്ളേരുടെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം.